സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ സഹോദരിമാരെ, സത്യം പറഞ്ഞാൽ എന്തൊരു മനോഹരമായ കാഴ്ചയാണ്. മുഴുവൻ നമ്മൾ സ്ത്രീകൾ, എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച സ്ത്രീകൾ. ഒരുപാട് സന്തോഷമായി കണ്ടപ്പോൾ. നമ്മളൊട്ടും പിന്നോക്കമല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. കാരണം എന്താ പറയുക, എല്ലാ മേഖലയിലും എടുത്ത് പറയാൻ പറ്റാത്തത്ര മേഖലയിൽ എല്ലാ സ്ത്രീകളും കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒരടുപ്പിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, 5 അടുപ്പുണ്ടെങ്കിൽ 5 അടുപ്പിൽ നമ്മൾ ചറവറ ഫുഡ് ഉണ്ടാക്കും. അതാണ് സ്ത്രീകൾ. അപ്പം നമുക്ക് പിന്നെ നേടാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. എന്തായാലും ഇതുപോലെയുള്ള വേദിയിൽ പങ്കെടുക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചെറിയ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നെ മുളക്കുന്ന് പഞ്ചായത്തിൽ നിന്ന് ആദരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊക്കെ വലിയ കാര്യമാണ്. നമ്മളൊരു എഴുത്തുകാരി എന്ന നിലയിൽ നമ്മളെ നാട് നമ്മൾ ആദരിക്കുമ്പം ഒരുപാട് സന്തോഷമാണ്. അപ്പം പരിപാടിയൊക്കെ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഒരുപാട് വിശേഷങ്ങളുണ്ട്. അവിടെ എത്തിയിട്ട് നമുക്ക് എന്താണെന്ന് നോക്കേ. അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് ചേക്കേറിയ യുവ എഴുത്തുകാരി സീനത്ത് മുനീർ. മറിയം അബൂബക്കറിനെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിശുദ്ധ ഖുർആൻ വാക്യങ്ങൾ അരിമണികൾ കൊണ്ട് ക്യാൻവാസിൽ തീർത്ത് ആദരവ് ഏറ്റുവാങ്ങുന്നതിന് സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ സഹോദരിമാരെ, സത്യം പറഞ്ഞാൽ എന്തൊരു മനോഹരമായ കാഴ്ചയാണ്. മുഴുവൻ നമ്മൾ സ്ത്രീകൾ, എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച സ്ത്രീകൾ. ഒരുപാട് സന്തോഷമായി കണ്ടപ്പോൾ. നമ്മളൊട്ടും പിന്നോക്കമല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. കാരണം എന്താ പറയുക, എല്ലാ മേഖലയിലും എടുത്ത് പറയാൻ പറ്റാത്തത്ര മേഖലയിൽ എല്ലാ സ്ത്രീകളും കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒരടുപ്പിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, 5 അടുപ്പുണ്ടെങ്കിൽ 5 അടുപ്പിൽ നമ്മൾ ചറവറ ഫുഡ് ഉണ്ടാക്കും. അതാണ് സ്ത്രീകൾ. അപ്പം നമുക്ക് പിന്നെ നേടാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. എന്തായാലും ഇതുപോലെയുള്ള വേദിയിൽ പങ്കെടുക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച സംഘാടകരോട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. ക്ഷണിക്കുന്നു. അതുപോലെ നമ്മുടെ സീനത്ത് മുനീർ. ഞാനങ്ങനെ ആദരവൊക്കെ ഏറ്റുവാങ്ങി സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു. നമ്മൾ ഡൽഹിയിലും തിരുവനന്തപുരത്തും ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് വേദികളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ ആദരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. നമുക്ക് ചായയും പഴംപൊരിയൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് ഹാപ്പിയാണ്. ഒരുപാട് ഡാൻസും തിരുവാതിരയും ഒപ്പനയും ഒക്കെ എല്ലാ പരിപാടിയുണ്ട്. അതൊക്കെ കാണാൻ ആൾക്കാർ കാത്തു നിൽക്കുകയാണ്. അതിലൊരു സന്തോഷം എത്തിച്ചേരുന്ന പ്രതീക്ഷയുണ്ട്. അതുപോലെ ഈ പരിപാടി ഏറ്റവും നല്ല വിജയകരമായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, അത് മാത്രമല്ല ഇനിയും നമുക്ക് മുന്നോട്ടും ഇതുപോലുള്ള പരിപാടികൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ പഞ്ചായത്തിലെ അയന സനോജിന്റെ വേദി കയ്യിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോ അയനയ്ക്ക് ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി അയനയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും ലേറ്റ് ആയി പോയി എത്താന്. ഹായ് ഓമനേച്ചി. ആശംസകൾ അറിയിച്ച് സംസാരിച്ച ശ്രീമതി വനജ എ, ശ്രീമതി ബിന്ദു കെ വി, ശ്രീമതി ധന്യ രാകേഷ്, ശ്രീമതി മിനി വി, ശ്രീമതി ഷഹീന മുഹമ്മദ്, ശ്രീമതി സിനി ടി വി, ശ്രീ മോഹനൻ കെ എന്നിവർക്ക് ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഏറെ നിങ്ങളുടെ പരിപാടി ഉണ്ടോ? ഡാൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഉദ്ഘാടന പരിപാടി ഇവിടെ അവസാനിച്ചു. അടുത്തതായി സക്കീന മാം, എന്താ പറയാനുള്ള നമ്മളെ പരിപാടിയെ കുറിച്ച്? പരിപാടി നല്ല ആഘോഷത്തിമപ്പിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആൾക്കാർ ചേർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇനിയും വരാനുണ്ട്. പിന്നെ നവജ്യോതി സ്കൂളിൽ ഒരു ചെറിയ പരിപാടി ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ എത്താനുള്ള ഒരു ചെറിയ താമസം അല്ലേ. എന്നാലും ആൾക്കാരുണ്ട്, അപ്പോൾ കുറവൊന്നുമില്ല അല്ലേ? അപ്പം ചേച്ചി, അപ്പോൾ ഇതാ നമ്മളൊരു മൊഞ്ചത്തിക്കുട്ടിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എന്താ പരിപാടിയുള്ള?
തിരുവാതിരയും ഒപ്പനയും. തിരുവാതിര ഒപ്പനയോ. അപ്പൊ എന്താണ് പറയാനുള്ളത് നമ്മളെ പരിപാടി? നമ്മുടെ പരിപാടി ഗംഭീരമായ പരിപാടിയാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇനി മുന്നോട്ടേക്കുള്ളൊരു ചുവട് വെപ്പ് കൂടിയാണ്. നല്ല രീതിയിൽ ഇനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകും തീർച്ചയായിട്ടും. അപ്പൊ ചേച്ചിക്കുട്ടി എന്നെയുണ്ട് സുന്ദരിയായിട്ടുണ്ടല്ലോ. അയ്യോ. എല്ലാവരെയും ഒരിക്കൽ കൂടി സമം വനിതോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സ്വാഗത ഭാഷണത്തിനായി മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് ICDS സൂപ്പർവൈസറായ ശ്രീമതി അപ്പം നമ്മളെ പരിപാടി ഏകദേശം തുടങ്ങാറായി. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് പേര് എത്താനുണ്ട്. നമ്മളെ നാട്ടിലെ നടിയൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളെ മികച്ച കർഷകയായിട്ട് ആദരിക്കുന്നത് നമ്മളെ റിയാൻ ടിറ്റാനെയാണ്. ഇങ്ങനെ നമ്മൾ ഒരുപാട് പേരുണ്ട്. എന്താ കുട്ടുമണീസേ, പരിപാടി കാണാൻ വന്നതാ? അതെ, എവിടെ വീട്? ഇവിടെ അടുത്താ? അതെ അല്ല. അപ്പോൾ ഓക്കെ. പ്രതിഭയാണ് ബീന ബാബു. സീനത്ത് മുനീറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. കൊഴിഞ്ഞു വീണ തൂവൽ എന്ന കഥാസമാഹാരത്തിലൂടെ അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് ചേക്കേറിയ യുവ എഴുത്തുകാരി സീനത്ത് മുനീർ. മറിയം അബൂബക്കറിനെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മൾ എന്ത് പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാലും വേദിയിലും സദസ്സിലിരിക്കുന്നവരല്ല നമ്മൾ ശ്രദ്ധിക്കാറ്. അപ്പോഴാണ് നാം നമ്മളെ ഏട്ടന്മാരെ കണ്ടത്. നമുക്ക് വേണ്ടി ലൈറ്റ് ആൻഡ് സൗണ്ട് ആൻഡ് പന്തൽ എല്ലാം സെറ്റാക്കി തരുന്ന നമ്മളെ ഏട്ടന്മാരാണ്. അവർ 2 ദിവസം മുമ്പേ ഉള്ള പണിയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അവർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്ര നന്നായിട്ടുള്ള പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ